ഇന്നത്തെ ലഞ്ചിന് ചോറിനൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിളിമീൻ മുളകിട്ടതായാലോ. ഇവിടെ ഞാൻ കിളിമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ട് ഉലുവ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 15 ചുവന്നുള്ളി സ്ലൈസാക്കിയത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി ചില്ലിയും കൂടെ മിക്സഡ് ആണ്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 3 അല്ലി കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത മീൻകറിയുടെ ടേസ്റ്റ് വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ടിട്ട് മൂടി വെച്ച് നല്ല തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് ഗ്രേവി അല്പം കുറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിളിമീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതധികം വേവില്ലാത്ത മീനാണ്. പ്രത്യേകം ശ്രദ്ധ വേണം. ഒരുപാട് അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും കേട്ടോ. മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. കറിക്ക് നല്ല തിള വന്നിട്ട് ഗ്രേവിയൊക്കെ കുറുകിയിട്ട് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ സമയത്ത് തവിയോ സ്പൂണോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി വളരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിളിമീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.